അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം, ഫൈനൽ എക്സാം, ക്രിസ്മസ് എക്സാം, ഓണം എക്സാം, എത്ര എക്സാംസ് ആണ് നമ്മൾ നമ്മുടെ ഒരു +2 ലൈഫിൽ എഴുതുന്നത് അല്ലേ? ഏത് എക്സാം ആയാലും പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓണം എക്സാം ആണെങ്കിൽ എന്തായാലും പ്ലാനിങ് വരെയുള്ള ചാപ്റ്റർ ചോദിക്കും. ക്രിസ്മസ് ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. മോഡൽ എക്സാമിന് എല്ലാം ഉണ്ട്, ഫൈനൽ എക്സാമിനും ഉണ്ട്. നമുക്ക് നമ്മുടെ പ്ലാനിങ് വളരെ അടിപൊളിയായിട്ട് പഠിച്ചാലോ? എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് പ്ലാനിങ് എന്നുള്ളത്. എനിക്കും ഭയങ്കര ഈസിയാണ്, പഠിപ്പിക്കാനും ഈസിയാണ്, നിങ്ങൾക്ക് പഠിക്കാനും ഈസിയാണ്. എന്ത് സുഖമല്ലേ? നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാലോ പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനിയിപ്പോൾ എക്സാമൊക്കെ ആവാറാവുന്ന സമയത്ത് നമുക്ക് വലിയ കഥകളൊന്നും കേൾക്കാൻ സമയമില്ല. നമുക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അറിയണം. അപ്പോൾ ആ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാനിങ്ങിലേക്ക് പോവാം. എന്താ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാൻ ഉണ്ട്, ഒരു പ്രോസസ്സ് ഉണ്ട്, ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. പക്ഷെ എവിടെയോ ഒരു ഡൗട്ട് ബാക്കിയുണ്ട്. ആ ഡൗട്ട് നമുക്കിപ്പോൾ ക്ലിയർ ചെയ്യാം. സോ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ വേണം. അതെങ്ങനെ ചെയ്യും എന്നുള്ളതിനൊരു രീതി വേണം. അതിനേക്കാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. സോ ടു അച്ചീവ് ദ സ്പെസിഫിക് റിസൾട്ട് എ പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് പ്രിപ്പയർഡ്. ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തത് പ്ലാനിങ് ഉണ്ട്. വാട്ട് ഈസ് പ്ലാനിങ്? പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ടൂർ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, നിങ്ങൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ക്ലാസ്സിലെല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കും, ഞാൻ എവിടെയാണ് പോകണ്ടേ, ഞാൻ ഏത് ലൊക്കേഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ, എത്ര എമൗണ്ട് ഞാൻ അതിന് ഇൻവെസ്റ്റ് ചെയ്യണം, അപ്പോൾ എല്ലാവരും എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഡേയ്സ് നമുക്ക് വേണം, നമ്മുടെ കൂടെ എസ്കോർട്ട് ആര് വരണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ഡിസൈഡ് ചെയ്തിട്ടാണ് പോവുക. വിച്ച് മീൻസ് വി പ്ലാൻ അല്ലേ, നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുക. സോ ദിസ് ഈസ് കോൾഡ് പ്ലാനിങ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ കേസിലായാലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നാളെ എത്ര സെല്ല് ചെയ്യണം, നാളെ എത്ര രൂപയുടെ റോ മെറ്റീരിയൽസ് വാങ്ങിക്കണം, ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മുടെ ഓർഗനൈസേഷൻ ഏത് പൊസിഷനിലായിരിക്കണം, ഇതൊക്കെയാണ് നമ്മൾ പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്ലാനിങ് എന്ന് മനസ്സിലായല്ലോ. നമ്മൾ എവിടെയാണ്, അതിന് നമ്മൾ എന്താ പറയുക, വേർ വി ആർ, നമ്മൾ ഇപ്പോഴെവിടെയാണ്, ആൻഡ് വേർ വി വാണ്ട് ടു റീച്ച്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസ് ഫില്ല് ചെയ്യുന്നതാണ് നമ്മുടെ പ്ലാൻ അഥവാ പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താനുള്ള വഴിയാണ് എന്ത്, പ്ലാൻ എന്ന് പറയുന്നത്. എപ്പോഴും ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇത്. പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്ത ആൾക്കാർ കേട്ടോളാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒറ്റയ്ക്കാണ്. ഞാൻ ഒരു ഓൺട്രപ്രണർ ആണ്, എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം. അപ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് ഈ പറയുന്നതാണ്. ഇതാണ് എൻ്റെ മൈൻഡിലുള്ള പ്ലാൻ എന്ന് പറയുന്നത്. എന്ത്, എൻ്റെ ചുറ്റും ഒരുപാട് ആൾക്കാർ എനിക്ക് വർക്ക് ചെയ്യാൻ വേണം, എനിക്ക് ഒരുപാട് എമൗണ്ട് ഉണ്ടാവണം അല്ലേ. ഇപ്പം എൻ്റെ കയ്യിലുള്ള എമൗണ്ട് 0 ആണ്. ഒരു 5 വർഷം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു 5 കോടി രൂപയെങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഇനി 5 കോടി രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ നമുക്ക് പല ഐഡിയാസ് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത്, നമുക്ക് സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽ ബിസിനസ് തുടങ്ങാം. അത് എൻ്റെ ഒരു ഐഡിയ ആണ്, ടെക്സ്റ്റൈൽ ബിസിനസ് തുടങ്ങാം, എൻ്റെ ഒരു ഐഡിയ ആണ്. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും വേണ്ട, ഫുഡ് പ്രോഡക്ട്സ് ആയാലോ. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് എൻ്റെ മൈൻഡിലേക്ക് വരും. അപ്പോൾ ഇതിനനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ഈ എൻ്റയർ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താണ് പറയുന്നത് നോക്കാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇറ്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, അതായത് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻസ് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മൾ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഇതാണ് പ്ലാനിങ്ങിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഒബ്ജക്റ്റീവ്സിലാണ് മാനേജേരിയൽ ഡിസിഷൻസും ആക്ഷൻസും ഒക്കെ റിലൈ ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് മാനേജേഴ്സ് പെർഫോമൻസ് കാഴ്ചവെക്കുക. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ് അതാണ്, ഇത്ര എംപ്ലോയീസ് വേണം, അപ്പോൾ നമ്മൾ സ്റ്റാഫിങ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ് അതാണ്, ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഫോർമൽ സ്ട്രക്ചറാണ് വേണ്ടത്. ഓക്കെ, ഓർഗനൈസിങ് ചെയ്യുന്നു.
നമ്മൾ ഇങ്ങനെയൊക്കെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യണം, ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ഡയറക്റ്റിംഗ് ചെയ്യുന്നു. സോ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് മാനേജേഴ്സിന് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് എപ്പോഴും റാഷണൽ അപ്രോച്ച് ആയിരിക്കും നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട്, ഒരു റാഷണൽ അപ്രോച്ച് വിച്ച് മീൻസ് നമ്മളൊരു സയൻറ്റിഫിക് അനാലിസിസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്റ്റഡിയൊക്കെ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അല്ലാതെ നമുക്കിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനൊന്നും പറ്റില്ല. അത് മാനേജേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രെജുഡൈസിൻ്റെ ഒന്നും പുറത്തല്ല. പ്രോപ്പർ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയായിരിക്കും. ഇനിയുള്ളത് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മുടെ പബ്ലിക് എക്സാമിന് എല്ലാ തവണ ഇവരെന്ത് ചെയ്യുന്നറിയോ, 4 മാർക്കിന് ചോദിച്ചു കളയും. ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും ലിമിറ്റേഷൻസും ഇതിലേത് വേണമെങ്കിലും ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ മൊത്തം പ്ലാനിങ്ങിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? മൊത്തം പ്ലാനിങ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സാധാരണയായിട്ട് 6 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിക്കുക. അതെന്താവാം? മേ ബി ഇങ്ങനെയും വരാം. മേ ബി 4 മാർക്കാവാം, അല്ലെങ്കിൽ 5 മാർക്കാവാം, 7 മാർക്കാവാം. മാക്സിമം ഇത്രയും മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്തുനിന്ന് ചോദിക്കാനില്ല. ഓക്കെ. ആൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ആണ്. ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു മാനേജേഴ്സിൻ്റെ ആക്ഷൻസ് എടുക്കാൻ പോലും സഹായിക്കുന്നത് ഈ പറയുന്ന പ്ലാനിങ് ആണ്. പ്ലാനിങ് എൻഷുവേഴ്സ് ദാറ്റ് goals or objectives are clearly stated so that they act as a guideline for deciding what action should be taken and in which directions. ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. നമ്മൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആരെ ഈ പ്ലാനിങ് ഒക്കെ ചെയ്യുക? ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് അല്ലേ? ഓരോ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കുമ്പോഴും ഇത് ആരാണ് ചെയ്യുക, ഏത് ലെവലിലുള്ള മാനേജേഴ്സ് ആണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് ഡിസൈഡ് ചെയ്താൽ മാത്രം മതിയോ? അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും ഓർഗനൈസേഷൻസിൽ. സോ ഇവരെല്ലാവരും ഒന്നിച്ച് ഒരു ഗോളിലേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് കൃത്യമായിട്ട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഇതെപ്പോഴും ആൾക്കാർക്ക് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു ഗൈഡൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, പ്ലാനിങ് എപ്പോഴും ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണ് നമ്മൾ പോവേണ്ടത് എന്നുള്ള ഒരു ദിശ, ആ ഒരു ദിശ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് റിസ്ക് ഓഫ് അൺസർട്ടൈനിറ്റി കുറക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള റിസ്കുകൾ. അൺസർട്ടൈനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അൺസർട്ടൈനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ നമ്മൾ അൺസർട്ടൈൻ ആണെന്ന് പറയും. അത് എന്താവാം, പ്രോഫിറ്റ് ആവാം, ലോസ് ആവാം. നമ്മൾ റിസ്ക് പ്രോഫിറ്റോ ലോസോ എന്തു നെഗറ്റീവോ പോസിറ്റീവോ ആവാം നമുക്കറിയാം. സോ ഈ പറയുന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നമ്മളെന്താ തീരുമാനിച്ചത്? നമ്മളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓക്കെ, പെന്നാണെന്ന് വിചാരിക്കാം നമ്മുടെ പ്രൊഡക്റ്റ്. ആ പെന്നിന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള പ്രൈസ് എന്താണ്? ഡിസൈഡഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? ഡിസൈഡഡ് പ്രൈസ് ഈസ് 10 rupees. അപ്പം നമ്മുടെ മുമ്പിൽ 2 പോസിബിലിറ്റി ആണുള്ളത്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതായത് 2 പോസിബിലിറ്റീസ് ആണ് അതിനുള്ളത്. ടാക്സിൻ്റെ കേസ് നമ്മൾ മാത്രം നോക്കുന്നു. ടാക്സ് കൂടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ വിചാരിക്കും ഇൻ കേസ് ടാക്സ് കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പെന്ന് 12 രൂപയ്ക്ക് വിൽക്കും. ഇനി അഥവാ ടാക്സ് കുറയാൻ സാധ്യതയാണ് ഉള്ളതെങ്കിൽ, കുറയാനുള്ളൊരു സാധ്യതയാണ് അല്ലെങ്കിൽ കുറഞ്ഞു എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മുടെ പെൻ നമ്മൾ 8 rupeesന് വിൽക്കും. അപ്പോൾ ഇതിൽ ഏത് ചെയ്ത് കഴിഞ്ഞാലും 10-നായാലും 12-നായാലും 8-നായാലും കമ്പനിക്ക് ലോസ് വരാത്ത രീതിയിൽ കമ്പനി മാനേജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു അൺസർട്ടൈനിറ്റി, ഇതാണ് നമ്മുടെ അൺസർട്ടൈനിറ്റി. നമ്മളിത് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? നാളെ ആ അൺസർട്ടൈനിറ്റി നമുക്ക് നെഗറ്റീവായിട്ട് വന്നാലും, നമ്മുടെ ഫേമിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യേണ്ടുന്ന കാര്യമാണെങ്കിലും അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ അങ്ങ് കടന്നു പോകും. സോ ബൈ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ ടാസ്ക് ടു ബി പെർഫോംഡ്, പ്ലാനിങ് ഷോസ് ദ വേ ടു ഡീൽ വിത്ത് ചേഞ്ചസ് ആൻഡ് അൺസർട്ടൈൻ ഈവൻറ്റ്സ്. എങ്ങനെ അതിനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്യുപ്ഡ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇന്നോവേറ്റീവ് ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സിൻസ് പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, ന്യൂ ഐഡിയ ക്യാൻ ടേക്ക് ദ ഷേപ്പ് ഓഫ് എ കോൺക്രീറ്റ് പ്ലാൻസ്.
പ്ലാനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാവരും കൂടി ഇരുന്ന് ഡിസൈഡ് ചെയ്ത് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടാവും, ഡയറക്ടേഴ്സ് ഉണ്ടാവും, ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഒരു പെർട്ടിക്കുലർ പ്ലാൻ ഡിസൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇനി ഈ പറയുന്ന പ്ലാൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എൻഡ് ഗോൾ സെയിൽസ് കൂട്ടുക, പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളത് മാത്രമായിരിക്കണം എന്നില്ല. മേ ബി ഒരു ക്രിസ്മസ് ഈവെന്റ് നടത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് നടത്തുന്നതായിരിക്കാം, ഒരു അഡ്വർടൈസ്മെന്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കാം, വട്ട് എവർ. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് സെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഇവരെല്ലാവരും കൂടി ഇരുന്ന് അവരവരുടെ ഐഡിയാസ് ഡിസ്കസ് ചെയ്യുന്നതാണ് ആക്ച്വലി. അപ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ വരും. ഈ പുതിയ പുതിയ ആശയങ്ങളെ അവർ പ്രൊമോട്ട് ചെയ്യും. അത് സജസ്റ്റ് ചെയ്ത ആള്, അത് സക്സസ് ആയി കഴിഞ്ഞാൽ സജസ്റ്റ് ചെയ്ത ആൾക്ക് റിവാർഡ്സുകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കും. അതുകൊണ്ട് പുതുമയുള്ള ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഐഡിയാസിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നാലാമത് നമ്മളോട് പറയുന്നത് പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾ ചെയ്തു മറ്റൊരാളും ചെയ്തു, എത്ര റിസോഴ്സസ് ആണ് നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് സ്കൂളിൽ നിന്ന് പറയാണ് നാളെ ആരെങ്കിലും ഒരു ഡസ്റ്റർ ഉണ്ടാക്കി കൊണ്ടുവരണം. ഇപ്പം ഡസ്റ്ററൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ബോർഡ് ക്ലീൻ ചെയ്യുന്ന ഡസ്റ്റർ ഉണ്ടല്ലോ. അപ്പം നിങ്ങളോട് മിസ്സ് പറയാണ്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഡസ്റ്റർ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം എൻ്റെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു, അമ്മ ടൈലറാണ്. അപ്പം നിങ്ങളോട് മിസ്സ് പറയാം നിങ്ങൾ ഡസ്റ്റർ ഉണ്ടാക്കിയിട്ട് വരണം, ആരെങ്കിലും ഒക്കെ ഡസ്റ്റർ ഉണ്ടാക്കിയിട്ട് വരണം, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ക്ലാസ്സിലുള്ള ഒരു ആൺകുട്ടി എന്ത് ചെയ്തു, വീട്ടിൽ പോയി അമ്മേനോട് പറഞ്ഞു അമ്മ ഡസ്റ്റർ ഉണ്ടാക്കണം. ആളൊരെണ്ണം കൊണ്ടുവന്നു, ഒരു പെൺകുട്ടി ഒരെണ്ണം കൊണ്ടുവന്നു. ഓക്കെ, ഒരെണ്ണത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പം എന്ത് വേസ്റ്റായി? ഇതിലേതെങ്കിലും ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരാളെടുത്ത എഫേർട്ട് വേസ്റ്റായി, അതിന് യൂസ് ചെയ്ത മെറ്റീരിയൽ വേസ്റ്റായി അല്ലേ? അപ്പോൾ ഇവിടെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ ആരാണ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല, എത്രയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. രണ്ടാൾക്കാർ ഒരേ ജോലി ചെയ്തിട്ട് അത്രയും റിസോഴ്സസ് വേസ്റ്റ് ആക്കില്ല. സോ useless and redundant activities are minimized or eliminated. It is easier to detect inefficiencies and take corrective measure to deal with them. ആരാണ് ചെയ്യാത്തത്, ആർക്കാണ് കപ്പാസിറ്റി പോരാത്തത്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും പ്ലാനിങ്ങിലൂടെ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പം നമ്മുടെ എത്രാമത്തെ പോയിന്റാ? നമ്മുടെ 5ാമത്തെ പോയിന്റ് പറയുന്നത് പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമുക്ക് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രോസസ്സിൽ നമ്മൾ പറയുന്നുണ്ട് ഒരുപാട് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് നമുക്കുണ്ടാവും. ഇതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്യുകയാണ് ചെയ്യുക. എങ്ങനെ ചൂസ് ചെയ്യുക? സയൻറ്റിഫിക് അനാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ചൂസ് ചെയ്യുക. അപ്പോൾ മാനേജേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, സയൻറ്റിഫിക് അനാലിസിസ് ഇതൊക്കെ വെച്ചിട്ട് ഇവർ ഓരോന്നും ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യും. വിച്ച് മീൻസ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളത് നമ്മുടെ 6ാമത്തെ പോയിന്റ് ആണ്. പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. ഈ ഒരു സാധനം മാത്രം 4 മാർക്കിനായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് വരും. അത് ചിലപ്പോൾ പ്ലാനിങ് എന്നുള്ള ചാപ്റ്ററിൽ തന്നെ ആയിരിക്കണം എന്നില്ല, കൺട്രോളിങ്ങിൻ്റെ ചാപ്റ്ററിനെയും കണക്ട് ചെയ്തിട്ടാണ് വരിക. സോ ഈ 2 ചാപ്റ്ററും ഇന്റർ കണക്റ്റഡ് ആണ്, ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ്. അത് വളരെ നന്നായിട്ട് പഠിച്ചാലേ 2 ചാപ്റ്ററിൽ നിന്നുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കൺട്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണം അല്ലേ? ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് പ്ലാനിങ്ങിൽ എന്ത്, നമ്മൾ ജനുവരി ആകുമ്പോഴേക്കും 1000 യൂണിറ്റ് സെയിൽസ് നടത്തും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അല്ലേ? ഇതിനെ നമ്മൾ എന്ത് പറയും? ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയും. ജനുവരിയുടെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? 1000 യൂണിറ്റ് സെയിൽസ് നടത്തിയോ എന്ന് ചെക്ക് ചെയ്യും, അതായത് കൺട്രോളിങ് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ 1000 യൂണിറ്റ് ചെക്ക് ചെയ്തോ എന്ന് അറിയണമെങ്കിൽ, 1000 യൂണിറ്റ് സെയിൽസ് നടത്തിയോ എന്ന് അറിയണമെങ്കിൽ പ്ലാനിങ്ങിൽ നമ്മളൊരു നമ്പർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണ്ടേ? അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ കൺട്രോളിങ്ങിന് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഈ പറയുന്ന പ്ലാനിങ് ആണ്. ദ നേച്ചർ ഓഫ് കറക്റ്റീവ് ആക്ഷൻ ഈസ് റിക്വയർഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റെൻഡ് ഓഫ് ഡീവിയേഷൻ ഫ്രം ദ സ്റ്റാൻഡേർഡ്. എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം, കാര്യങ്ങൾ മാറ്റി പിടിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? നമുക്ക് എത്രത്തോളം സ്റ്റാൻഡേർഡിൽ നിന്ന് വ്യതിയാനം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്. ഓക്കെ, ഇനി നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമുക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ? സ്പെസിഫിക് ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പ്ലാനിങ്ങിലാണ്. സോ ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഓർഗനൈസേഷൻസിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത്. രണ്ടാമത്തെ നമ്മളോട് പറയുന്നത് പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അതായത് എല്ലാ
ആക്ടിവിറ്റീസും ഓൾ അതർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് നമ്മുടെ എന്താണ് സ്റ്റാഫിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത് പ്ലാൻ എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നിട്ടുകൊണ്ടാണ് അല്ലെ. 1000 യൂണിറ്റ് സെയിൽസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്ര എംപ്ലോയീസ് വേണം, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റാഫിങ് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് നമ്മൾ സെലക്ട് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള മോട്ടിവേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കുക. ഇറ്റ് മീൻസ് ഡയറക്റ്റിംഗ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഓവറോൾ ആയിട്ട് നോക്കുന്ന സമയത്ത് പ്ലാനിങ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തത് പ്ലാനിങ് പെർവാസീവ് ആണ് എന്ന് പറയുന്നുണ്ട്. എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും എല്ലാ ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ഈ പ്ലാനിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യും. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ എന്താ പ്ലാൻ ചെയ്യുക, 1000 യൂണിറ്റ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഇത്രയാണെന്ന് പറഞ്ഞ് അത് പ്ലാൻ ചെയ്യും. ഇനി പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ എന്താ ചെയ്യുക, ഓക്കെ നമുക്ക് ഇത്രയും റോ മെറ്റീരിയൽസ് വേണം 1000 യൂണിറ്റ് സെയിൽ ഉണ്ടാക്കാൻ എന്ന് നമ്മൾ പറഞ്ഞ് ആ റോ മെറ്റീരിയൽസിൻ്റെ കാര്യം പ്ലാൻ ചെയ്യും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ ലെവൽസിലും ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും ഈ പറയുന്ന പ്ലാനിങ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് പെർവാസീവ് ആണ് എന്ന് പറയാം. നാലാമത് നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയോ, പ്ലാനിങ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു സ്പെസിഫിക് പീരീഡിലേക്കാണ് അല്ലെങ്കിൽ സ്പെസിഫിക് ടൈമിലേക്കാണ് നമ്മൾ പ്ലാൻസ് ചെയ്യുക. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത പ്ലാനിലേക്ക് പോകും. അല്ലെങ്കിൽ അതേ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സബ് പ്ലാൻസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്, ഇത് നെവർ എൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മളോട് പറയുന്നത് പ്ലാനിങ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് അല്ലേ. നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നതേ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ് അല്ലെ, ഡിസൈഡിങ് ഫോർ ദ ഫ്യൂച്ചർ ആണ്. So futuristic അല്ലേ. So the purpose of planning is to meet future events effectively to the best advantage of an organization. So then നമ്മളോട് പറയുന്നുണ്ട് planning involves decision making. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസിൽ നിന്നും നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ് ആണ് പ്ലാനിങ്ങിൽ നടക്കുന്നത്. ഇനിയോ പ്ലാനിങ് ഒരു മെൻ്റൽ എക്സസൈസ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിന് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്, ബട്ട് ഡിഫറെൻറ്റ് ഹെഡിങ്, അത്ര മാത്രമേ ഉള്ളൂ. പ്ലാനിങ് ഒരു മെൻ്റൽ എക്സസൈസ് ആണ്. കാരണം മൈൻഡ് ഇൻവോൾവിങ് ആയിട്ടുള്ള നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മൈൻഡ് ഉപയോഗിച്ച് ആലോചിച്ച് ചിന്തിച്ച് കണ്ടുപിടിക്കുന്ന പുതിയ ആക്ടിവിറ്റീസ്, പുതിയ ഐഡിയാസ് ഒക്കെയാണ് ഇവിടെ പ്ലാനുകളായിട്ട് ഡെവലപ്പ് ആവുന്നത്. സോ പ്ലാനിങ് റിക്വയർസ് ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് തിങ്കിങ് റാദർ ദാൻ ഗസ് വർക്ക് ഓർ വിഷ്ഫുൾ തിങ്കിങ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ എക്സസൈസ് ആണ് എന്ന് പറയാം. ഇനി പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലോ, ആദ്യം തന്നെ പറയുന്നത് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. നമ്മൾ ഫ്യൂച്ചറിലേക്ക് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഓക്കെ പ്ലാൻ ചെയ്തു എല്ലാം കഴിഞ്ഞു, അവസാനം ഓക്കെ അത് മാറ്റാം, ഇത് റെഡി ആവില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും റിജിഡ് ആയിരിക്കും പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. രണ്ടാമത്തത് പ്ലാനിങ് മെ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ഒന്നാമത്തെ പോയിന്റ് മര്യാദയ്ക്ക് മനസ്സിലാവുക, രണ്ടാമത്തെ പോയിന്റ് കൂടി മനസ്സിലാക്കുന്ന സമയത്താണ്. നമുക്കറിയാം ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് അല്ലേ, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്? ഒന്ന് എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്തേ, ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങളും കൂടി റിപ്പീറ്റ് ചെയ്യണം. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതുപോലെ അത് ടെക്നിക്കൽ എൻവയോൺമെൻറ്റ് ആവാം, സോഷ്യൽ എൻവയോൺമെൻറ്റ് ആവാം, ലീഗൽ എൻവയോൺമെൻറ്റ് ആവാം അല്ലേ, ആൻഡ് എക്കണോമിക് എൻവയോൺമെൻറ്റ് ആവാം, കഴിഞ്ഞോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ആവാം. ഇത്രയും എൻവയോൺമെൻറ്റ്സ് ആണ് നമ്മുടെ ഓർഗനൈസേഷനെ ബാധിക്കുന്നത്. ഇതെല്ലാം ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിലെല്ലാം എപ്പോഴും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പ്ലാനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അസംഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, പ്രിമൈസസ് അസംഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ എന്ത് അസംഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ അസംഷൻസൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ഫേവറായിട്ട് തന്നെ ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നില്ല. അപ്പോൾ ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് നമുക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി നമ്മളോട് പറയുന്നത് പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെൻ്റൽ എക്സസൈസ് ആണ്. ഇപ്പം നേരെ ഓപ്പോസിറ്റായിട്ട് പറയുകയാണ് ക്രിയേറ്റിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആരുടെ ക്രിയേറ്റിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതെപ്പോഴും ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ചെയ്യുക.
ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ആ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് മാത്രം. അവരുടെ ബുദ്ധിയോ ടാലൻസോ ഒന്നും ഇതിനു വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അവരുടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആണ് പ്രശംസിക്കപ്പെടുന്നത്. ബാക്കിയുള്ള ആൾക്കാർ ജസ്റ്റ് അത് ഒബേ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. ഇനിയുള്ളത് പ്ലാനിങ്ങിന് നമുക്ക് ഒരുപാട് കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ട്. നമ്മളൊരു നല്ല പ്ലാൻ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കതിന് എക്സ്പേർട്ടുകൾ ആവശ്യമാണ്. അപ്പോൾ ഇവർക്ക് പേയ്മെൻറ്റ് നല്ല രീതിയിൽ കൊടുക്കണം. ഇനി അതൊന്നും അല്ലെങ്കിൽ മീറ്റിംഗ് കൂടാനൊരു ബോർഡ് റൂം, അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സ്പേർട്സിന് കൊടുക്കാനുള്ള എമൗണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ചിലവുകൾ നമുക്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് പ്ലാനിങ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. എത്രാമത്തെ പോയിന്റാടാ? യെസ്, നമ്മുടെ 5ാമത്തെ പോയിന്റാണ് പ്ലാനിങ്. ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കും. നമുക്ക് എല്ലാ എൻവയോൺമെൻറ്റും പഠിക്കണം, എല്ലാ പോസിബിലിറ്റീസും പഠിക്കണം, റിസർച്ച് ചെയ്യണം, മാർക്കറ്റിൽ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അറിയണം. സോ ഒരുപാട് സമയമെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ പ്ലാൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് അറിയോ? ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കുറച്ച് സമയം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. നമ്മൾ ജനുവരിയിൽ 1000 സെയിൽ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാനിങ് തീരുന്നത് നവംബർ ലാസ്റ്റ് ആണെങ്കിലോ ഡിസംബർ എന്ന് പറയുന്ന ഒരു 1 മന്ത് മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിനുള്ളിൽ പ്രൊഡക്ഷൻ പോസിബിൾ ആവുമോ? ഡിപ്പെൻസ് ഓൺ നമ്മുടെ ബിസിനസ് അല്ലേ. ഇനി നമ്മളോട് പറയുന്നത് പ്ലാനിങ് ഒരിക്കലും നമുക്ക് സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഇതെപ്പോഴും നമുക്ക് എന്താ തരുന്നത്? ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്ലാൻ മാത്രമാണ്, ഒരു പ്രപ്പോസൽ മാത്രമാണ്. അവിടെ ഒരു 50% ചാൻസ് മാത്രമേ ഉള്ളൂ സക്സസ് ഓർ ഫെയിലിയർ ആവാൻ വേണ്ടിയിട്ട്. അത് 100%ലേക്ക് എത്തിക്കുന്നത് നമ്മുടെ മാനേജേഴ്സാണ്. So it provides a base for analyzing future course of action, but it does not provide a solution to all problems. അപ്പം നമുക്ക് എന്ത് പറയാം? വളരെ ശ്രദ്ധിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടുന്ന ഒരു ടൂള് മാത്രമാണ് ഈ പറയുന്ന പ്ലാനിങ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പ്ലാനിങ് പ്രോസസ്സിലേക്ക് പോയാലോ? എത്ര പ്രോസസ്സ് ഉണ്ട് പ്ലാനിങ്ങിന്? ഓർമ്മയുണ്ടോ? എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലാനിങ്ങിന് എത്ര പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത്. 2, 4, 6 and 7 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആദ്യം നമുക്ക് 1ൽ നിന്നും തുടങ്ങാം അല്ലേ? എപ്പോഴും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണല്ലോ പറയുക. അപ്പോൾ ഉഷാറാണല്ലോ, മൊത്തത്തിൽ ചില്ലല്ലേ? എക്സാമിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടാവും, അതൊന്നും പേടിക്കേണ്ട. 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ നമ്പർ 1, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കാം. ഓപ്ഷൻ നമ്പർ 2, നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക. ഇതാർക്ക് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ? അറ്റ്ലീസ്റ്റ് നമ്മുടെ 11 ചാപ്റ്ററിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഓരോ ചാപ്റ്ററിലും എന്താണ് എന്നറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പ്ലാനിങ് പഠിക്കാതെ ഓർഗനൈസിങ്ങിലേക്ക് പോയിട്ട് കാര്യമില്ല. ഓർഗനൈസിങ് പഠിക്കാതെ ഡയറക്റ്റിങ്ങിലേക്ക് പോയിട്ട് കാര്യമില്ല. പ്ലാനിങ് പഠിക്കാതെ കൺട്രോളിങ് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർ ചാപ്റ്റർ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം 1ാമത്തേത് അറിയാതെ 2, 2 അറിയാതെ 3, 3 അറിയാതെ 4 പോകാൻ പറ്റില്ല. അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർ 1ൽ നിന്ന് തുടങ്ങുക. എല്ലാ ചാപ്റ്റേഴ്സിനെ കുറിച്ചും ഒരു ധാരണയുള്ള ആൾക്കാർ, ഇതിൽ ഇന്നതൊക്കെയാണ് എന്നറിയുന്ന ആൾക്കാർ, കൺസെപ്റ്റൊക്കെ വായിച്ചാൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് ഒന്നുകിൽ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതായത് വലിയ ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു തീർക്കാം, അല്ലെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആദ്യം ഫിനിഷ് ചെയ്തങ്ങ് ഒഴിവാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാൻ എപ്പോഴും പ്ലാനിങ്ങും കൺട്രോളിങ്, അതുകൂടാതെ 1st, 2nd, 3rd, 4th, 8th ചാപ്റ്റർ, ഈ ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു തീർക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പിന്നെ വരുന്നത് ഒരു 5 or 6 ചാപ്റ്റേഴ്സാണ്. അതിന് കുറച്ച് എഫേർട്ട് നിങ്ങൾ ഇടണം, കുറച്ചധികം നോട്ട്സൊക്കെ നിങ്ങൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. കാരണം ഈ ഒബ്ജക്റ്റീവ്സിലേക്കാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തെടുക്കുന്നത്. So it should be stated clearly for all departments and employees so that they get proper direction. എല്ലാ ആൾക്കാരോടും നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമ്മൾ പറയണം. എന്നാൽ മാത്രമേ അവരെങ്ങനെ വർക്ക് ചെയ്യണം, അവരെത്ര സമയം മാറ്റി വെക്കണം, അവർ ലീവൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ഒരു ദിവസമായി ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അതിൽ കൂടുതൽ എഫേർട്ട് ഇടണോ, കുറേ എഫേർട്ട് മതിയോ, ഇതൊക്കെ അവർക്ക് പ്ലാൻ ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കണം. സോ അറ്റ് ദ സെയിം ടൈം മാനേജേഴ്സ് മസ്റ്റ് കോൺട്രിബ്യൂട്ട് ഐഡിയാസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഒബ്ജക്റ്റീവ് സെറ്റിംഗ് പ്രോസസ്. അപ്പം നമുക്ക് തൽക്കാലം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാണ്. എപ്പോഴത്തെയും പോലെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഓക്കെ, ഇത്തവണ നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് സൈക്കിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്തു? യെസ്, ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് നമ്മൾ 1000 പോട്ടെ 10,000
യൂണിറ്റ് ഓഫ് സൈക്കിള് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണം. 10,000 യൂണിറ്റ് ഓഫ് സൈക്കിള് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് പഠിക്കാൻ എളുപ്പം സെല്ല് ചെയ്യുന്നതായിക്കോട്ടെ. 10,000 യൂണിറ്റ് ഓഫ് സൈക്കിള് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എൻ്റയർ പ്രോസസ്സ്, പ്ലാനിങ് പ്രോസസ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചിലപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിക്കാം, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ് വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഈ എക്സാമ്പിൾ എഴുതിയാൽ മതി. രണ്ടാമത് നമുക്ക് ആവശ്യമുള്ളത് പ്രിമൈസസ് സെറ്റ് ചെയ്യണം. ഓക്കെ, the manager is required to make certain assumptions about the future and these assumptions are called premises. So ഇതിനെ ഈ ഒരു അസംഷൻസിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എൻറ്റയർ ഓർഗനൈസേഷനിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ അസംഷൻ ഇവിടെ എന്തായിട്ട് എടുക്കാം, ടാക്സിന്റെ കേസിന് എടുക്കാം, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നത് അതാണ്. ടാക്സിന്റെ കേസാണ് നമ്മൾ അസംഷൻസ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ അസംഷൻ എന്താണ്, നോ ചേഞ്ച് ഇൻ ടാക്സ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോ ചേഞ്ച് ഇൻ കസ്റ്റമേഴ്സ് പ്രിഫറൻസ്. കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് അവർ ചൂസ് ചെയ്യുന്നതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. യെസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ രണ്ട് അസംഷൻസ് വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നമ്മൾ സെല്ല് ചെയ്യാൻ പോവാണ്. തേർഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വേണ്ടത് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് നോക്കണം. Once objectives are set and assumptions are made, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. എല്ലാ ഓൾട്ടർനേറ്റീവ് കോഴ്സസും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം, എല്ലാ ഓൾട്ടർനേറ്റീവ് കോഴ്സസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവണം. തേർഡ് സ്റ്റേജിൽ ഐഡൻറ്റിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, സെയിൽസ് കൂട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് കോംബോ ഓഫറുകൾ കൊടുക്കാം അല്ലേ, ബൈ 1 get 1, അല്ലെങ്കിൽ ഡിസ്കൗണ്ടുകൾ കൊടുക്കാം. ഓക്കെ, സ്ക്രാച്ച് ആൻഡ് വിൻ കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യാം. ഇതിലേത് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സാധനങ്ങൾ കൂടുതൽ വിറ്റ് പോവും എന്ന് നമുക്ക് മനസ്സിലായി. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഓരോന്നും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യാൻ പോവാണ്, ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മളത് കൃത്യമായിട്ട് പഠിക്കാം. അടുത്ത സ്റ്റേജിൽ ഇതിലേതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യും. ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോസ്റ്റ് ഫീസിബിൾ, പ്രോഫിറ്റബിൾ ഹാസ് ടു ബി അഡോപ്റ്റഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ്. പ്ലാൻസ് മേ ബി സെലക്റ്റഡ് ബൈ മാത്തമാറ്റിക്കൽ അനാലിസിസ്, മാനേജേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് സെലക്ട് ചെയ്തു, ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കൊടുത്തു കഴിഞ്ഞാൽ, സ്ക്രാച്ച് ആൻഡ് വിൻ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൈസസ് അതിനകത്ത് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാലാണ് കൂടുതൽ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കാൻ വരിക എന്നവർക്ക് മനസ്സിലായി. ഇനി അവരെന്ത് ചെയ്യുന്നറിയോ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അവരുടെ പ്രൊഡക്റ്റിന് കൂടെ അവർ സ്ക്രാച്ച് ആൻഡ് വിന്നുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അവരുടെ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്, പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. So this is the step where other managerial functions also come into the picture. അല്ലേ, നമ്മൾ തീരുമാനിച്ചു സ്ക്രാച്ച് ആൻഡ് വിൻ കൊടുക്കുന്നു, 1000 യൂണിറ്റ് നമ്മൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടുന്ന ആൾക്കാരെ ഹയർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് സ്റ്റാഫിംഗ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇതൊക്കെ ഇനി മെല്ലെ മറന്നേക്ക് പുറത്ത് വരാൻ തുടങ്ങും. ഇവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോളോ അപ്പ് ആക്ഷൻ ആണ്. നമ്മൾ വെറുതെ ഓക്കെ ഡിസൈഡ് ചെയ്തു, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതിയോ, പോരാ. ടു സീ വെദർ പ്ലാൻസ് ആർ ബീങ് ഇംപ്ലിമെന്റഡ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് അക്കോർഡിംഗ് ടു ദ ഷെഡ്യൂൾ is also a part of planning process. Monitoring the plan is equally important to ensure that the objectives are achieved. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാനുകൾ മോണിറ്റർ ചെയ്തിട്ടുണ്ടാവണം, അത് പുറകെ നടന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവണം. നൗ നമ്മുടെ പിക്ചറിലേക്ക് നമുക്ക് വരാം. ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു, പ്രിമൈസസ് ഉണ്ടാക്കുന്നു, ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു, പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു. ഇതാണ് പ്ലാനിങ് പ്രോസസ്സ്. 5 മാർക്കിനുള്ള ചോദ്യം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ്, ആൻഡ് ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് പ്ലാൻ. അപ്പം നമ്മുടെ ടൈപ്സ് ഓഫ് പ്ലാൻ, മൊത്തം പ്ലാൻസിനെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഒരൊറ്റ പ്ലാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഒരിക്കലുമല്ല. അവർക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. മേ ബി ബഡ്ജറ്റ് ആയിരിക്കാം, നാളെ ഒരു റോ മെറ്റീരിയൽ വാങ്ങാൻ എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനെക്കുറിച്ചൊരു പ്ലാൻ അവർ തയ്യാറാക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് അതെങ്ങനെ ചാർട്ട് ചെയ്യണം,
അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിൽ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുമല്ലോ, ആ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം അതിൻ്റെ പ്രോസസ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഈ മൊത്തം പ്ലാനിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ദ ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്റ്റാൻഡിങ് പ്ലാൻസ്. ഇതിൻ്റെ അണ്ടറിലാണ് നമ്മൾ പറയുന്നത്, സിംഗിൾ യൂസ് പ്ലാനിൻ്റെ അണ്ടറിലാണ് പ്രോഗ്രാംസ്, ബഡ്ജറ്റ് ആൻഡ് സ്ട്രാറ്റജീസ്. സ്റ്റാൻഡിങ് പ്ലാനിൻ്റെ അണ്ടറിലാണ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ് ആൻഡ് റൂൾസ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. സിംഗിൾ യൂസ് പ്ലാൻ. സോ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫോർ എ വൺ ടൈം ഈവൻറ്റ് ഓർ പ്രൊജക്ട്. ഇവിടെ ഒരു മേജർ തന്നിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഒരൊറ്റ തവണ മാത്രമേ നമ്മൾ ആ കാര്യം ചെയ്യുന്നുള്ളൂ എന്നാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനാണ് ഈ പറയുന്ന സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. ദ ഡ്യൂറേഷൻ ഓഫ് ദിസ് പ്ലാൻ മേ ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ പ്രോജക്ട്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഷോർട്ട് ടേം ലോങ് ടേം അങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല. 1 year ആയിരിക്കാം, 2 year ആയിരിക്കാം, 1 month ആയിരിക്കാം, 1 day ആയിരിക്കാം, 2 day ആയിരിക്കാം. ആ പ്രൊജക്റ്റിൻ്റെ നേച്ചർ എന്താണോ അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും. And they consist of details including the names of employees who are responsible for doing the work and contributing to the single use plan. ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ഈ സിംഗിൾ യൂസ് പ്ലാനിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ മേർജർ എന്ന് തന്നിട്ട്, മേർജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കമ്പനീസ് ഇനി മുതൽ ഒരു കമ്പനിയായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മേർജർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു കമ്പനിയുടെ ലൈഫ് ടൈമിൽ അത് തന്നെ തുറന്നു, ഇതൊക്കെ ഒരു കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഒറ്റ തവണ നടക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും, സിംഗിൾ യൂസ് പ്ലാൻ ആയിട്ട് പറയും. ഇനി നമുക്ക് സ്റ്റാൻഡിങ് പ്ലാൻസ് എന്താണെന്ന് നോക്കിയാലോ. റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ഒക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് അത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ആ പ്ലാൻ പ്രകാരമുള്ള കാര്യങ്ങൾ പിന്നെയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സ്റ്റാൻഡിങ് പ്ലാൻ എന്നാണ് പറയുക. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ ഓപ്പറേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് എൻഷുവർ ചെയ്യാനാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് സ്റ്റാൻഡിങ് പ്ലാൻസ് ഉള്ളത്. It is usually developed once, but it is modified from time to time to meet business needs as required. അതിലെന്തൊക്കെ വരും, പോളിസീസ് വരും, റൂൾസ് വരും, ഇതൊക്കെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യാറില്ലേ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിലേക്ക് പോവാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ബഡ്ജറ്റ്. ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. നമുക്ക് നാളെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ചിലവാവാം, വരവാകാം, ഇതൊക്കെ നമ്മൾ ഇൻ ടേംസ് ഓഫ് നമ്പർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്പറിൽ എഴുതി വെക്കുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മൾ അതിനെ ബഡ്ജറ്റ് എന്നാണ് പറയുക. ഇത് ഫ്യൂച്ചർ ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് പറയും. നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിഗേഴ്സിലും ഫാക്ട്സിലും നമ്പേഴ്സായിട്ട് നോട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. സോ ഡീവിയേഷൻസ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബഡ്ജറ്റ് വളരെയധികം ഉപയോഗപ്പെടും. ഇനി നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് പോവാം. സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രഹെൻസീവ് പ്ലാൻ, അഥവാ നമ്മൾ എന്ത് പറയും, ഒരു സമഗ്രമായിട്ടുള്ള പദ്ധതി എന്നൊക്കെ പറയില്ലേ, സമഗ്രമായ പ്ലാൻ ആണ് നമ്മുടെ പ്രായല്ലല്ലോ, യെസ്, സമഗ്രമായിട്ടുള്ള പ്ലാൻ ആണ് എന്ത്, നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ എന്തൊക്കെ വരും, ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യണം, അഡോപ്റ്റിംഗ് എ പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ, അതിന് വേണ്ടുന്ന റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരെണ്ണമാണ് സ്ട്രാറ്റജി അഥവാ നമ്മുടെ തന്ത്രം എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഓരോ രീതി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു, ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണ്. എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നത്, അതിന് ഏറ്റവും ചെറിയ പ്രൈസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. എന്നാലാണ് ആൾക്കാർ ഓക്കെ അത് ചീപ്പല്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുക. ആദ്യമേ അതിന് 10,000 20,000 കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങില്ല. ആദ്യം ഇപ്പോൾ ഒരു 1000 രൂപയാണ് അതിന് കമ്പനി ഉദ്ദേശിക്കുന്ന ഒരു സെയിൽ പ്രൈസ് എങ്കിൽ അവരതിനൊരു 800 രൂപ പിടിക്കും, എന്നിട്ട് അത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ബാക്കി എല്ലാവരും 1000 രൂപയ്ക്കായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. സോ ഇതിന് നമുക്കൊരു കോംപ്രഹെൻസീവ് പ്ലാൻ ഫോർ അക്കംപ്ലിഷിംഗ് ആൻ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാം. അതിന് 3 ഡയമെൻഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, അതെന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, ഏത് പോയിന്റിലേക്കാണ് ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ചെന്നെത്തുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എല്ലാ മാനേജറൽ ആക്ടിവിറ്റീസും ഈ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ്സിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ളത് ഈ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയായിരിക്കണം. ഒരു നല്ല ഒബ്ജക്റ്റീവ് ഷുഡ് ബി സ്പെസിഫിക്. നമ്മൾ കൃത്യമായിട്ട് പറയണം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അത് സമയബന്ധിതമായിരിക്കണം. സമയബന്ധിതമായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തിനുള്ളിൽ അത് തീർക്കണം, അത് അച്ചീവ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് ഇറ്റ് ഈസ് സെറ്റപ്പ് ബൈ ടോപ്പ് ലെവൽ മാനേജേഴ്സ്.
ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയുള്ളത് നമ്മുടെ പോളിസിയാണ്. പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ റെസ്പോൺസ് ടു എ പ്രോബ്ലം. ഓർഗനൈസേഷനിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ പോളിസിയാണ്. അത്തരത്തിലുള്ള തീരുമാനങ്ങളെയാണ് നമ്മൾ പോളിസി എന്ന് പറയുന്നത്. മാനേജീരിയൽ ആക്ഷൻസിന് ഒരു ഗൈഡായിട്ടാണ് ഈ പറയുന്ന പോളിസി ആക്ട് ചെയ്യുക. ഓക്കെ, ഇനിയുള്ളത് പ്രൊസീജിയർ ആണ്. പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റുട്ടീൻ സ്റ്റെപ്സ് ഓൺ ഹൗ ടു ക്യാരി ഔട്ട് ബിസിനസ് ആക്ടിവിറ്റീസ്. ഒരു ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത് ഏത് മെത്തേഡിലാണ്, അതൊരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഉണ്ടാവുക. വിച്ച് മീൻസ് 1 by 1 ആയിട്ടാണ് ഉണ്ടാവുക. ആദ്യം 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, അങ്ങനെ സീരീസ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നുണ്ടാവുക. അത്തരം ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുക. സോ ദേ ഡീറ്റെയിൽ ദ എക്സാക്ട് മാനർ ഇൻ വിച്ച് എനി വർക്ക് ഈസ് ടു ബി പെർഫോംഡ്. ദേ ആർ ജനറലി മെന്റ് ഫോർ ഇൻസൈഡേഴ്സ് ടു ഫോളോ. ഓർഗനൈസേഷൻ അകത്തു നിന്നുള്ള ആൾക്കാർ ഫോളോ ചെയ്യേണ്ടതായിരിക്കും സാധാരണ കമ്പനിയുടെ പ്രൊസീജിയേഴ്സ് ആയിട്ട് ഉണ്ടാവുക. ഒരു ഇന്റേണൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആരോട് ആദ്യം റിപ്പോർട്ട് ചെയ്യണം, സസ്പെൻഷൻ ആണോ ഡിസ്മിസൽ ആണോ പുറത്താക്കലാണോ ഉള്ളതൊക്കെ നമ്മൾ ഈ പ്രൊസീജിയർ പ്രകാരമാണ് ഫോളോ ചെയ്യുക. ഇനിയുള്ളത് മെത്തേഡാണ്. എന്ത് കാര്യം ചെയ്യാനും നമുക്ക് ഒരുപാട് വഴികളുണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടു, സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വഴികളുണ്ടായിരുന്നു. കോംബോ, ഡിസ്കൗണ്ട്, ബൈ 1 get 1, അല്ലെങ്കിൽ സ്ക്രാച്ച് ആൻഡ് വിൻ, പ്രൈസ് കുറക്കുക, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസ്ക്രൈബ്ഡ് വേസ് ഓർ മാനർ ഇൻ വിച്ച് എ ടാസ്ക് ഹാസ് ടു ബി പെർഫോംഡ് കൺസിഡറിങ് ദ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കിക്കൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതികളുണ്ടല്ലോ ആ രീതികളെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഓരോ ടാസ്കിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കാം. നമുക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ളത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയുള്ളത് പ്രോഗ്രാമാണ്. ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ്സ് എബൌട്ട് എ പ്രൊജക്ട്. അതായത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന പ്ലാനിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. It will include the entire gamut of activities as well as the organization's policy and how it will contribute to the overall business plan. നമ്മുടെ മൊത്തം ബിസിനസ്സിന് ഇത് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരെ ഈ പറയുന്ന പ്രോഗ്രാമിൽ നമുക്ക് കാണാൻ പറ്റും. ഇനിയുള്ളത് ചെറിയൊരാളാണ്, ആളുടെ പേര് റൂൾ എന്നാണ്. പോളിസി നമ്മൾ കണ്ടു, ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. റൂൾ എന്താണ്? സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഇൻഫോം വാട്ട് ഈസ് ടു ബി ഡൺ. ഓർഗനൈസേഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ റൂൾ എന്ന് പറയുന്നത്. ദ ഡി നോട്ട് അലൗ ഫോർ എനി ഫ്ലെക്സിബിലിറ്റി. ഇതിലൊരു മാറ്റവും ഉണ്ടാവില്ല. റൂൾ ഈസ് റൂൾ. അത് നമ്മൾ ഒബേ ചെയ്തേ പറ്റുള്ളൂ. ആ റൂൾ എന്ന് പറയുന്ന ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടും. And they are usually the simplest type of plans because there is no compromise or change unless a policy decision is taken. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുന്നില്ല. ഇത് കോംപ്ലെക്സ് അല്ല, ഇത് പ്യുവർലി റിജിഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നന്നായിട്ട് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് റിവൈസ് ചെയ്തോ 6 മാർക്ക് ഉറപ്പിച്ചോണം. ഈ ഒരു ചാപ്റ്ററിന് മാർക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കൊമേഴ്സിന്റെ പരിസരത്ത് എവിടെയും കണ്ടുപോകരുത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കും.